അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ക്ലിയർ ഉണ്ടാവത്തില്ല, കാരണം കറണ്ട് പോയി പെട്ടെന്ന്, അതുകൊണ്ടാണ് ക്ലിയർ വരാതിരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ തയ്യാറാക്കാം, പെട്ടെന്ന് തയ്യാറാക്കാം. ഫിഷ് കറിയും ചോറൊക്കെ വെക്കുന്നതിൽ എളുപ്പമാണ് ഫിഷ് ബിരിയാണി തയ്യാറാക്കാനായിട്ട്. ഇത് മാത്രമല്ല അടിപൊളി ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ ഫിഷ് ബിരിയാണി വാങ്ങിക്കുമ്പോൾ 250, 300, 500 രൂപ വരെയൊക്കെ ചാർജ് ചെയ്യും. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാക്കണമെങ്കിൽ നമുക്ക് അത്രയൊന്നും വരത്തുമില്ല. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ചെയ്യുക. അതിന് വേണ്ടി ഒരു ജാറെടുത്ത് അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, സവാള ആവശ്യമുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ 1 കിലോ ഐക്കൂറ മീനാണ് എടുത്തേക്കുന്നത്. പിന്നെ മീൻ എടുക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് അതിൽ മുള്ളില്ലാത്ത മീൻ വേണം ഫിഷ് ബിരിയാണിക്കായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മുള്ള് വന്നു കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കകത്തൊക്കെ പോകും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അത് ക്രഷ് ചെയ്ത് ഇതുപോലെ എടുത്ത് അരയരുത് കേട്ടോ. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ അരിഞ്ഞൊക്കെ എടുക്കുന്നതിന് എളുപ്പമാണ്. ഇതുപോലെ ഒരു ജാറിലിട്ടിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. അത് മാത്രമല്ല നല്ല ഗ്രേവി ആയിട്ട് കിട്ടുമെങ്കിൽ പെട്ടെന്ന് അത് മൊരിഞ്ഞും വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ അത് ഇളക്കി അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറ്റണം. പിന്നെ ഈ കുക്കറിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇത് 5 ലിറ്റർ കുക്കർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 3 ലിറ്റർ കുക്കർ ഫ്രീ ഉണ്ട് കേട്ടോ. ഇത് ഇപ്പോഴത്തെ ഒരു ഓഫറാണ്, 50% ഡിസ്കൗണ്ടാണ്. നമ്മൾ ലുലു മാൾ അങ്ങനെയുള്ള മാളുകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും പകുതി വില വരത്തുള്ളൂ. 5 ലിറ്റർ കുക്കർ വാങ്ങിക്കുമ്പോൾ 3 ലിറ്റർ ഫ്രീ ആണ്. അപ്പോൾ അടിപൊളിയാണ്. ഹാർഡ് അനഡൈസറാണ്, ബ്ലാക്ക് മെറ്റീരിയലാണ്, അടിയിൽ പിടിക്കത്തുമില്ല. അതേപോലെ ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ കുക്കറിന് ഒരു മാറ്റവും വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലിങ്കിൽ സെർച്ച് ചെയ്ത് മേടിക്കാം. എന്ത് വേണമെങ്കിലും അതിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക. എല്ലാം 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് സെർച്ച് ചെയ്യുക കേട്ടോ, മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ അത് സവാളയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറി. തക്കാളി 2 മീഡിയം സൈസ് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പച്ചച്ചൊവ മാറിയതിന് ശേഷം നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറവ് മതി കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. നമുക്ക് ഗരം മസാലപ്പൊടി ഒത്തിരി ഇടണ്ട, പൊടിച്ച് വെച്ച് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. അതാകുമ്പോൾ നല്ല മണവും ടേസ്റ്റും ഉണ്ടാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മുടെ മസാല റെഡിയാക്കാം. അപ്പോഴത്തേക്കും മസാലയൊക്കെ നല്ലോണം വഴണ്ടി വരുമ്പോൾ ഈ മീൻ അതിൻ്റെ മുകളിൽ ഈ മസാല വഴണ്ടി വരുമ്പോൾ തന്നെ നല്ലോണം ഗ്രേവി വേണമല്ലോ നമുക്ക് റൈസിന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം കേട്ടോ. അതിലോട്ട് വെള്ളം ചേർത്താലേ അത് ഒന്ന് വെന്ത് ഗ്രേവി പരുവത്തിലാവുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന പൊരിക്കാൻ വേണ്ടി മീൻ എടുക്കുമ്പോൾ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ശകലം ചേർത്ത് നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് വേണം അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ആ വറുത്തെടുത്ത മീൻ നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെയും നമ്മൾ മൂടി വെച്ച് വേവിക്കണം കേട്ടോ. മൂടി വെച്ച് വേവിക്കാനല്ല, മീൻ വേവാനല്ല, ആ മസാല ഒന്ന് മീനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് കണ്ടോ, പെട്ടെന്ന് റെഡിയായല്ലോ. കുക്കറിനകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നെയ്യ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് നെയ്യ് ഇടണ്ട, ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ്, അത് റൈസിന് വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ. പക്ഷേ നെയ്യ് ഇടുമ്പോൾ റൈസിന് ഒരു നല്ല മയം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നെയ്യ്. പിന്നെ അതിനകത്ത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ, അത് ഒരു വലിയ നാരങ്ങ സാമാന്യം വലിപ്പമുള്ളൊരു നാരങ്ങയുടെ നീര്, കുരുവൊക്കെ കളഞ്ഞിട്ട് നീര് എടുത്താൽ മതി കേട്ടോ. കുരു ഇടരുത്, അതും കൂടി ഒഴിക്കുക. പിന്നെ 2-3 കുരുമുളക് ക്രഷ് ചെയ്ത് അതിനകത്തോട്ടിട്ടാൽ, വേറെ ഒരു മസാല അതിനകത്ത് ഇടണ്ട കേട്ടോ. ഒരു ഹോൾ സ്പൈസസും അതിനകത്ത് വേണ്ട. നമുക്ക് കുരുമുളക് മാത്രം 2-3 ക്രഷ് ചെയ്തിട്ടാൽ മതി. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 പാത്രം നിറച്ച് ഈ മല്ലിയില ഇട്ടേക്കുന്നത്, മല്ലിയില മാത്രം, പുതിന വേണ്ട, മല്ലിയില മാത്രം. അത് നമ്മൾ എത്രത്തേൽ ഏറെ ചേർക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നല്ലോണം കട്ട് ചെയ്ത് അതിനകത്തിട്ട് പിന്നെ റൈസ് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മൂടിയിട്ട് ഒരു ഇത് വരുമ്പോഴത്തേക്ക് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം മൂടിയാൻ കേട്ടോ. മൂടി കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ റൈസ് റെഡിയാവും. ഇതാണ്ടോ, നാരങ്ങ നീരൊക്കെ ഒഴിച്ചാൽ നല്ല മണവും മല്ലിയിലയുടെ മണവും കുരുമുളക് കൃഷി ചെയ്തിട്ട് അതിൻ്റെയൊക്കെ മണം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് റൈസ് വെറുതെ കഴിക്കാനും
കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കണ്ടോ അപ്പോൾ റൈസ് റെഡി ആയിട്ടില്ലേ. ഇനി നമുക്കത് സെറ്റ് ചെയ്യണം. നമ്മുടെ ഫിഷ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ മസാലക്കൂട്ട്, അത് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇടണം. മുകളിലേക്ക് ഇട്ട് നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ മുകളിലേക്ക് റൈസൊക്കെ കൂട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് ബിരിയാണി അടിപൊളിയായിട്ട് റെഡിയാവും. ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ ചോറും ഫിഷ് കറിയും ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സാലഡും ഒരു റൈത്ത എന്തെങ്കിലും ചേർത്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റി ആണ്, മാത്രമല്ല ഹെൽത്തിയാണ് കേട്ടോ നമ്മൾ ഫിഷ് ബിരിയാണി. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ വീഡിയോ ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.